പേര് വർക്കി എന്നാണ്. ദൈവവചനം അറിയാത്തവർക്ക് വേണ്ടി കൂടുതൽ ലളിതമായി വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ അധ്യായവും വിവരിക്കുന്ന വേ ഓഫ് ദ വേർഡ് എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ പേരിലേക്ക് ദൈവവചനം എത്തിക്കാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ ഞാൻ ഉൽപ്പത്തി പുസ്തകം 1ഉം 2ഉം അധ്യായങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ദൈവം ഈ ലോകം എങ്ങനെ സൃഷ്ടിച്ചു എന്ന് വിവരിക്കുന്ന ഒരു മനോഹരമായ കഥയാണ്. ഈ അധ്യായത്തിൽ 7 ദിവസങ്ങളിലായി ദൈവം ഈ ലോകം സൃഷ്ടിക്കുന്നതായി പറയുന്നു. 1-ാം ദിവസം ദൈവം വെളിച്ചം സൃഷ്ടിച്ചു. വെളിച്ചം നല്ലതാണെന്ന് കണ്ടിട്ട് ദൈവം അതിനെ പകൽ എന്ന് വിളിച്ചു, ഇരുളിനെ രാത്രി എന്നും വിളിച്ചു. അങ്ങനെ ആദ്യ ദിവസം കഴിഞ്ഞു. 2-ാം ദിവസം ദൈവം ആകാശം സൃഷ്ടിച്ചു. ജലത്തിന് നടുവിൽ ദൈവം ആകാശമുണ്ടാക്കി, ജലത്തെ 2ആയി പകുത്തു. ദൈവം ആകാശത്തിന് പേരിട്ടു. അങ്ങനെ 2-ാം ദിവസം കഴിഞ്ഞു. 3-ാം ദിവസം ദൈവം കരയും സസ്യങ്ങളും സൃഷ്ടിച്ചു. ദൈവം പറഞ്ഞു, ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്തേക്ക് ചേരട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ. ദൈവം ഉണങ്ങിയ നിലത്തിന് കരയെന്നും ചേർന്ന വെള്ളത്തിന് കടലെന്നും പേരിട്ടു. ദൈവം ഭൂമിയിൽ പുല്ലും വിത്തുള്ള ചെടികളും കായ് കായ്ക്കുന്ന മരങ്ങളും ഉണ്ടാക്കി. അങ്ങനെ 3-ാം ദിവസം കഴിഞ്ഞു. 4-ാം ദിവസം ദൈവം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. ദൈവം ആകാശത്ത് വെളിച്ചങ്ങൾ ഉണ്ടാക്കി. പകലും രാത്രിയും തമ്മിൽ വേർതിരിക്കാനും അടയാളങ്ങൾക്കും കാലങ്ങൾക്കും ദിവസങ്ങൾക്കും വർഷങ്ങൾക്കും വേണ്ടി അവയെ അവിടെ വെച്ചു. ഭൂമിയിൽ വെളിച്ചം നൽകാനും പകലും രാത്രിയും ഭരിക്കാനും വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിക്കാനും ദൈവം അവയെ ആകാശത്ത് വെച്ചു. അങ്ങനെ 4-ാം ദിവസം കഴിഞ്ഞു. 5-ാം ദിവസം ദൈവം കടലിലെ ജീവികളെയും പക്ഷികളെയും സൃഷ്ടിച്ചു. ദൈവം പറഞ്ഞു, വെള്ളത്തിൽ ജീവജാലങ്ങൾ നിറയട്ടെ, ഭൂമിയുടെ ഉപരിതലത്തിൽ ആകാശത്തിൽ പക്ഷികൾ പറക്കട്ടെ. ദൈവം വലിയ കടൽ ജീവികളെയും വെള്ളത്തിൽ ഇളകുന്ന എല്ലാ ജീവജാലങ്ങളെയും എല്ലാത്തരം പക്ഷികളെയും സൃഷ്ടിച്ചു. ദൈവം അവയെ അനുഗ്രഹിച്ചു. അങ്ങനെ 5-ാം ദിവസം കഴിഞ്ഞു. 6-ാം ദിവസം ദൈവം കരയിലെ ജീവികളെയും മനുഷ്യനെയും സൃഷ്ടിച്ചു. ദൈവം പറഞ്ഞു, ഭൂമി എല്ലാത്തരം ജീവജാലങ്ങളെയും കന്നുകാലികളെയും ഇഴജന്തുക്കളെയും കാട്ടുമൃഗങ്ങളെയും പുറപ്പെടുവിക്കട്ടെ. ദൈവം എല്ലാത്തരം കാട്ടുമൃഗങ്ങളെയും കന്നുകാലികളെയും ഇഴജന്തുക്കളെയും ഉണ്ടാക്കി. ദൈവം മനുഷ്യനെ തന്റെ രൂപത്തിൽ സൃഷ്ടിച്ചു, പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ 6-ാം ദിവസം കഴിഞ്ഞു. 7-ാം ദിവസം ദൈവം തന്റെ ജോലി പൂർത്തിയാക്കി വിശ്രമിച്ചു. ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു. ദൈവം സൃഷ്ടിച്ച തന്റെ എല്ലാ ജോലികളിൽ നിന്നും അന്ന് വിശ്രമിച്ചു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് എന്തെന്നാൽ ദൈവം എത്ര ശക്തനും അത്ഭുതകരവുമാണെന്നാണ്. ദൈവം ഈ ലോകം മുഴുവൻ സ്നേഹത്തോടെയും കരുതലോടുകൂടിയുമാണ് സൃഷ്ടിച്ചത്. ഈ ലോകം നമുക്ക് നൽകിയ ദൈവത്തിന് നന്ദി പറയാനും ഈ ലോകത്തെ നന്നായി പരിപാലിക്കുവാനും ഈ കഥ നമ്മെ പ്രേരിപ്പിക്കുന്നു. പുസ്തകം 2-ാം അധ്യായത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചും ഏദൻ തോട്ടത്തെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് രൂപപ്പെടുത്തുകയും ജീവശ്വാസം നൽകുകയും ചെയ്തു. കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. തോട്ടത്തിൽ നടുവിൽ ജീവന്റെ വൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും വളർത്തി. തോട്ടം നനയ്ക്കാൻ ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു. ദൈവം മനുഷ്യനെ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും അവിടെയാക്കി. തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളാൻ ദൈവം കൽപ്പിച്ചു. എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം തിന്നരുതെന്നും തിന്നുന്ന ദിവസം മരിക്കുമെന്നും ദൈവം പറഞ്ഞു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്നും അവന് ചേർന്ന ഇണയെ നൽകുമെന്നും ദൈവം അരുളി ചെയ്തു. ഭൂമിയിലെ മൃഗങ്ങളെയും പക്ഷികളെയും ദൈവം രൂപപ്പെടുത്തി. അവയ്ക്ക് മനുഷ്യൻ പേരിട്ടു. തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല. ദൈവം മനുഷ്യനെ ഗാഠനിദ്രയിലാഴ്ത്തി ഉറങ്ങിക്കിടന്ന അവന്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്തതിനു ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലുകൊണ്ട് ദൈവം ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരുമെന്നും അവർ ഒറ്റ ശരീരമായി തീരുമെന്നും ദൈവം കൽപ്പിച്ചു. തുടർന്നുള്ള അധ്യായങ്ങൾ കാണുവാനും മനസ്സിലാക്കുവാനും എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.